ഹായ് ഗായ്സ്, ഇന്നൊരു പൊരിച്ച ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് വേണ്ടത് ആദ്യം വെള്ളം വെക്കുക. അത് തിളച്ചതിന് ശേഷം ഉപ്പ്, ക്യാരറ്റ്, കറാമ്പട്ട, പൂവ്, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അരി കഴുകി വൃത്തിയാക്കി അതിലേക്കിട്ട് വെന്തതിന് ശേഷം ഊറ്റിയെടുക്കുക. പിന്നെ ചിക്കൻ മസാല കൂട്ടുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സുർക്ക, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മസാല പിടിപ്പിച്ചെടുക്കുക. മസാല പിടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം പൊരിച്ചെടുക്കുക. പിന്നെ ബിരിയാണിക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെല്ലുള്ളി, തക്കാളി, ജാതിക്കക്കുരു പൊടിച്ചതും, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം. പിന്നെ ഉള്ളി പൊരിച്ചതും, അതിന് ശേഷം ഒരു ചെമ്പ് അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യിട്ടിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും അതുപോലെ വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചെടുക്കണം. അത് എടുക്കാൻ മറന്നതാണ് വീഡിയോ. അതിന് ശേഷം ഉള്ളി അതിലേക്കിട്ട് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണം. നല്ല രീതിയിൽ ഉള്ളി വാട്ടിയെടുക്കുക. കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ഇതുപോലെ ഒരു ബ്രൗൺ കളറാവോളം ഉള്ളി വാട്ടിയെടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ടെടുക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളകും പൊടി അതിലേക്ക് ഇട്ടിങ്ങനെ തക്കാളിയിലേക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. പിന്നെ ഒരു നാരങ്ങൻ്റെ നീരും വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, ഗരം മസാല പൊടിച്ചതും അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് തൈര് പൊട്ടിച്ചൊഴിച്ചെടുക്കുക. പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം പൊരിച്ച ചിക്കനും ചപ്പ്, പുതിന അരിഞ്ഞതും ഇട്ടതിന് ശേഷം ഇറച്ചിയിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് ലെയർ ചോറിട്ടെടുക്കുക. അതിൻ്റെ മുകളിൽ ചപ്പ്, പുതിന, പൊരിച്ച ഉള്ളി, ഗരം മസാല ഇതിട്ട് കൊടുത്തത്, വെല്ലുള്ളി ഇട്ടതിന് മേലെ പൊരിച്ച വെല്ലുള്ളി ഇട്ടെടുത്തതിന് ശേഷം രണ്ടാം ലെയർ ഇട്ടെടുക്കുക. അതിൻ്റെ മുകളിലും പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചപ്പ്, പുതിന, പിന്നെ 6 kg നെയ്യും ഒഴിച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് 6 kg നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ മൂടി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കനലിട്ട് കൊടുക്കുക. ദമ്മ് എത്ര നേരം ഇട്ടണോ അതിനനുസരിച്ച് ചോറിന് ടേസ്റ്റും കൂടുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും വേണം. സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും.